രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലേക്ക് എത്തുകയാണ്. ആരോപണങ്ങളിൽ പ്രതികരണം ഉണ്ടാകുമോ? അതാണ് അറിയേണ്ടത്. ബംഗളൂരുവിൽ മെട്രോ യെല്ലോ ലൈൻ ഉൾപ്പെടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് നരേന്ദ്രമോദി വരുന്നത്. അതേസമയം രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ചുമുണ്ട്. ദില്ലിയിൽ നിന്ന് ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, നമ്മുടെ അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വേളയാണ്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചത് കേട്ട് കാണുമല്ലോ. പ്രധാനമന്ത്രി കർണാടകയിലേക്ക് വരികയാണ്. കർണാടകയിലെ മഹാദേവപുര എന്ന സ്പെസിമെൻ വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ വാരാണസിയെ വരെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇനിയും മൗനം തുടരുമോ മോദി ഈ വിഷയത്തിൽ? ഉറപ്പായും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണ്, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി വരുന്നത്. അതിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു മറുപടി ഉണ്ടാകുമോ എന്നൊരു സംശയവും ആകാംക്ഷയും എല്ലാവർക്കുമുണ്ട്. മാത്രമല്ല, ബംഗളൂരുവിൽ ഒരാഴ്ചക്കിടെയാണ് കഴിഞ്ഞത്, ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയും ആരോപണവും റാലിയും ഒക്കെ കഴിഞ്ഞത്. അതേ സ്ഥലത്ത് ബംഗളൂരുവിൽ തന്നെ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു മറുപടി പറയണ്ടേ എന്ന ചോദ്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്താണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്താണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഏതായാലും ഇവിടെയാണ് നാളെ വലിയ ബഹുജന പ്രതിഷേധം എന്ന രൂപത്തിൽ ഇന്ത്യ സഖ്യം നേതാക്കൾ ഇവിടെയൊക്കെ മാർച്ച് നടത്താൻ പോകുന്നത്. സുജയ, നമുക്കറിയാം, സുജയ്ക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇലക്ഷൻ എന്താണ് എന്ന്. ഫെയർ ആയിരിക്കണം, ഫ്രീ ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം എന്ന്. പക്ഷേ ഇതൊന്നുമല്ല നടക്കുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഇതിൽ ഓരോ ശിഖരങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് എത്തിക്കലായിരിക്കണം. പക്ഷേ ഇതൊന്നുമല്ല ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത്, രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ആ ആരോപണത്തിന്മേൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. നാളെ ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ എല്ലാ പാർട്ടികളും പങ്കെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഖ്യം വിട്ടു എന്നറിയിച്ച ആം ആദ്മി പാർട്ടി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിക്ക് ആം ആദ്മി പാർട്ടി അടക്കം പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. മാത്രമല്ല, ഈ കർണാടകയിൽ നടത്തിയത്, ബംഗളൂരുവിൽ നടത്തിയ വോട്ട് അധികാർ റാലിക്ക് സമാനമായി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലും റാലികൾ നടത്താനുള്ള ആലോചനയുമുണ്ട്. രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന്റെ ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയും, മുമ്പൊന്നുമില്ലാത്ത വിധം ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ദില്ലി പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ആരും പെട്ടെന്ന് അകത്തേക്കൊന്നും കടക്കാനാവാത്ത രൂപത്തിൽ. ഇവിടെ നാളെ ഒരു സംഭവ ബഹുലമായിരിക്കും, നാടകീയമായിരിക്കും കാര്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയവുമില്ല സുജയ. ഏതായാലും നാളെ സമരം അരങ്ങേറുന്നൊരു ഭാഗമാണ്. ഇതിനു മുൻപ് തന്നെ പോലീസ് തടയും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ തന്നെ ബാരിക്കേഡുകളൊക്കെ വെച്ച് ഇപ്പോഴേ സുരക്ഷ കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ദില്ലി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊപ്പം കോൺഗ്രസിൻ്റെ പ്രതിഷേധം വരുന്നു. കോൺഗ്രസിൻ്റെ പ്രതിഷേധമാകട്ടെ നാളെ മല്ലികാർജുന ഖർഗെയുടെ അധ്യക്ഷതയിൽ AICC ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കന്മാരുടെയും യോഗമാണ് ചേരാൻ പോകുന്നത്. അതിലൊരു രാജ്യത്താകെ എങ്ങനെ ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കണമെന്നത് സംബന്ധിച്ചൊരു രൂപമുണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കോൺഗ്രസും ഇന്ത്യ സഖ്യവും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഇന്ന് ഒരല്പം കൂടി കഴിയുമ്പോൾ പ്രധാനമന്ത്രി ബംഗളൂരുവിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൃത്രിമ ആരോപണങ്ങൾക്കും മറുപടി ഉണ്ടാകുമോ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആദിൽ പാലോടാണ്.